ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാക്കേജസ് ആൻഡ് മാനുഫാക്ചേഴ്സിൻ്റെ ഏതൊക്കെ മാനുഫാക്ചേഴ്സ് ഓപ്പാമ്പ് ഉണ്ടാക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓപ്പാമ്പിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന നമ്പർ എന്തിനൊക്കെ ഡിനോട്ട് ചെയ്യുന്നു, എന്തിനൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ ഐസിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്നേരം അത് ഇത്രയേ ഉള്ളൂ എങ്കിലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സർക്യൂട്ടുകൾ ചേർന്നിട്ടുള്ളതാണ് ആ 8 പിൻ IC നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലാബിൽ യൂസ് ചെയ്യുന്ന IC എന്ന് പറയുന്നത് 8 പിന്ന് ഓപ്പാമ്പ് IC ആണ്. 8 പിന്നാണ് ഉണ്ടാവുക, രണ്ട് സൈഡിലും 4 ഡുവൽ ഇൻ ലൈൻ പ്ലാസ്റ്റിക് പാക്കേജ് ഡിപ്പായിട്ടുള്ള 8 പിൻ IC ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ 8 പിൻ ICൻ്റെ ഉള്ളിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ആ ICൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഓക്കെ, ടു എക്സ്പ്ലെയിൻ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ജനറൽ പർപ്പസ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ. ഈ ക്വസ്റ്റ്യനാണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. ഹൗ എക്സ്പ്ലെയിൻ ദി ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് നമുക്ക് ഒരു 6 മാർക്ക് മുതൽ 7 മാർക്ക് വരെയുള്ള അല്ലെങ്കിൽ 8 മാർക്ക് വരെ ചോദിക്കാൻ പറ്റുന്ന ഒരു സെഷനാണ് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. വേണമെങ്കിൽ ഈ ഒരു തരത്തിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റേജിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ട് തന്നെ വരയ്ക്കാം. നേരെ ആംപ്ലിഫയറിന് നിങ്ങളെ മാർക്കിനനുസരിച്ചിട്ട് നമ്മൾ 6 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് വരക്കണം എന്നില്ല. അടുത്ത ഈ ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് യൂസ് ചെയ്യാം. അത് ഇന്ന ബ്ലോക്ക് ഡയഗ്രാം വരക്കണം എന്നൊന്നുമില്ല, പക്ഷേ ഓരോ ബ്ലോക്കിലും എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ കറക്റ്റായിട്ട് എഴുതിയിരിക്കണം. ഡീറ്റെയിൽ ആയിട്ട് വരക്കുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ നല്ല ക്ഷമയോടെ വരക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ സർക്യൂട്ട് വരക്കുക. ഇനിയിപ്പം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരക്കാൻ താല്പര്യമില്ലാത്തവർ ഇത് യൂസ് ചെയ്യുക. ഏത് വേണമെങ്കിലും വരക്കാം. ഓക്കെ, അന്നേരം ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഡയഗ്രത്തിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 2 ഇൻപുട്ട് ഉണ്ട് അല്ലേ. 2 ഇൻപുട്ട് നമ്മൾ ഓപ്പാമ്പിൻ്റെ ICയിലേക്ക് 2 ഇൻപുട്ട് പോകുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് രണ്ടെണ്ണം. ഈ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്, ഈ 2 ഇൻപുട്ടും എത്തിച്ചേരുന്നത് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ച ആംപ്ലിഫയേഴ്സിലെല്ലാം ഒറ്റ ഇൻപുട്ടേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഒരു ഇൻപുട്ട് ഇപ്പോൾ ബേസിലാണെങ്കിൽ ബേസിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എമിറ്ററിലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ അത് കോമൺ ബേസ് ആംപ്ലിഫയർ ആണെങ്കിൽ എമിറ്ററിൽ കൊടുക്കും. ദെൻ കോമൺ കളക്ടർ ഓർ കോമൺ ബേസിലാണെങ്കിൽ എമിറ്ററിൽ, കോമൺ കളക്ടർ ഓർ കോമൺ എമിറ്ററിലാണെങ്കിൽ നമ്മൾ ബേസിലാണ് സിഗ്നൽ കൊടുക്കുക. അന്നേരം ഒറ്റ സിഗ്നലേ ഉള്ളൂ. അന്നേരം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അത് പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു ആംപ്ലിഫയർ ആണ്. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അന്നേരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി, 2 കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഉണ്ടാവും. അതിൽ 2 കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഡയറക്റ്റ്ലി കപ്പിൾ ചെയ്തിട്ട് എടുക്കുന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഈ ഓപ്പാമ്പിൻ്റെ ഇൻസൈഡായിട്ടുള്ള. അന്നേരം അതിൽ 2 ഇൻപുട്ട് ഉണ്ടാവും. ഒന്ന് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്. അന്നേരം ഇതിൽ ഫസ്റ്റ് സ്റ്റേജിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉള്ളത്, ഫസ്റ്റ് സ്റ്റേജ് 2 ആംപ്ലിഫയർ ചേർന്നിട്ടുള്ളതാണ്. ഒന്ന് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും അൺബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും. അന്നേരം ഇതിൽ ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് 2 ഇൻപുട്ട് സ്റ്റേജിൽ 2 ഇൻപുട്ട് ഉണ്ടാവും. എന്താണ്? നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട്.
നേരെ അതേസമയം ഔട്ട്പുട്ടും എത്രയുണ്ടാവും? 2 ഉണ്ടാവും. ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണെങ്കിൽ ഔട്ട്പുട്ടും 2 ഉണ്ടാവും, ഇൻപുട്ടും 2 ഉണ്ടാവും. നേരെ ബാലൻസ്ഡ് ആണ്. നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട് എടുക്കുന്നതാണ് അതിനെ അൺബാലൻസ്ഡ് എന്ന് പറയുക. ബാലൻസ്ഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 ആംപ്ലിഫയർ സ്റ്റേജ് ഉണ്ട് എന്ന്. അന്നേരം ആ ആംപ്ലിഫയറിൻ്റെ ഒരു ഔട്ട്പുട്ട് വിത്ത് റെസ്പെക്റ്റ് ടു അതർ ഔട്ട്പുട്ട് എടുക്കുകയാണെങ്കിൽ അത് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആയിരിക്കും. മറ്റുണ്ട് അതിൻ്റെ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. അന്നേരം ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ടിൽ ഇപ്പോൾ ഇത് സാധാരണ നമ്മൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇതേപോലെ ഒരു റെസിസ്റ്റർ ഉണ്ടാവും. അതുപോലെ ഇവിടെ ബേസിലൊരു റെസിസ്റ്റർ, ദെൻ ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ, ഓക്കെ, ഗ്രൗണ്ട്, ദെൻ കലക്ടർ അല്ലേ. അന്നേരം ഈ റെസിസ്റ്ററിന് പകരം ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ റെസിസ്റ്ററിന് പകരം ഈ റെസിസ്റ്റർ ഇവിടെ ഉണ്ടാവില്ല, അങ്ങനെയല്ല കണക്ട് ചെയ്യുന്നത്. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇതെടുത്തിട്ട് വേറെ ഒരു ട്രാൻസിസ്റ്ററും കൂടി, ഈ 2 ട്രാൻസിസ്റ്ററും കൂടി ഒന്നായിട്ട് കണക്ട് ചെയ്ത് ഇവിടെയാണ് റെസിസ്റ്റർ ഉണ്ടാവുക. ഓക്കെ, ദെൻ ഇവിടെ ഈ 2 കലക്ടർ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അഗെയിൻ ഇവിടെ എന്തുണ്ടാവും? ഒരു ഇൻപുട്ട് ഉണ്ടാവും. ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ 2 കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിൻ്റെ കോമൺ എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് ഇൻപുട്ട്, അതിന് വേണമെങ്കിൽ ഒരു റെസിസ്റ്റർ വിത്ത് ഇൻപുട്ട് സപ്ലൈ എടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും ഒരു റെസിസ്റ്ററും ഒരു ഇൻപുട്ട് സപ്ലൈയും. അതിൽ 2 ഇൻപുട്ടായി. ഇത് V1, ഇത് V2, 2 ഇൻപുട്ട്. ദെൻ ഇതിൻ്റെ കലക്ടർ 2 കൂടി ജോയിൻ ചെയ്തിട്ട് ഇവിടെ ഒരു സപ്ലൈ, അത് പോസിറ്റീവ് VCC. ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ നെഗറ്റീവ് VCC കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പമ്പിൽ 2 സപ്ലൈ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. ഇതുവരെ ശ്രദ്ധിക്കണം, ഇതുവരെ നമ്മൾ ഒറ്റ സപ്ലൈ മാത്രമേ കൊടുക്കുള്ളൂ, പോസിറ്റീവ് VCC മാത്രം നമ്മൾ ആംപ്ലിഫയറിൽ. ഇവിടെ നമ്മൾ പോസിറ്റീവ് VCCയും കൊടുക്കുന്നുണ്ട്, നെഗറ്റീവ് VCCയും കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്നുള്ളത് പറയാം. നേരെ ഇത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ. എന്നിട്ട് ഇവിടെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുമല്ലോ, Vout1 അല്ലേ. ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടും, Vout2, 2 ഔട്ട്പുട്ട് കിട്ടും. ഇനി ഈ Vout1 ആൻഡ് Vout2ന് വിത്ത് റെസ്പെക്റ്റ് ആയിട്ടാണ് നമ്മൾ Vout1 മൈനസ് Vout2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് പറയുന്നത് ബാലൻസ്ഡ് ഔട്ട്പുട്ട്. നേരെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് ആണെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ Vout1 മൈനസ് Vout2 ആയിരിക്കും. ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് എടുത്ത് അതിന് വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നതെന്നിരിക്കുക. അതിന് എന്താ പറയുക? അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയും. നേരെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നേരം 2 കലക്ടറിൻ്റെ വോൾട്ടേജും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ ആണ് എടുക്കുന്നതെങ്കിൽ അതിനെ ബാലൻസ്ഡ് ഔട്ട്പുട്ട് എന്ന് പറയാം. അതേസമയം ഒരു കളക്ടർ ഔട്ട്പുട്ട് എന്ന് മാത്രമേ വിത്ത് റെസ്പെക്റ്റ് ടു ഗ്രൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനെന്താ പറയുക? അൺബാലൻസ്ഡ് ഔട്ട്പുട്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ഇൻറ്റേർണലായിട്ടുള്ള സർക്യൂട്ടിൽ 2 സർക്യൂട്ടും വരുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. 2 സ്റ്റേജ്. നേരെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അന്നേരം ഇറ്റ് ഹാസ് 2 ഇൻപുട്ട്, 2 ഇൻപുട്ട് ഉണ്ട്. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് 2 ഔട്ട്പുട്ട്, 2 ഔട്ട്പുട്ട് ഉണ്ട്. സോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡുവൽ ഇൻപുട്ട് ബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. നേരെ 2 ഇൻപുട്ടും 2 ഔട്ട്പുട്ടും ഉണ്ട്. ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ നമ്മളിവിടെ യൂസ് ചെയ്യാൻ കാരണം
ഏറ്റവും കൂടുതൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡ്രൈവിംഗ് സ്റ്റേജ് എന്ന് പറയും. ഇൻപുട്ട് സ്റ്റേജ് ഈസ് എ ഡ്രൈവിംഗ് സ്റ്റേജ്. ഈ ഇൻപുട്ട് ആംപ്ലിഫയറിനാണ് ഏറ്റവും കൂടുതൽ എന്ത് കൊടുക്കാൻ പറ്റുക? ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നോട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ ഐഡിയൽ കണ്ടീഷനിൽ പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. നേരെ അത്രയും ഹൈ ആയിരിക്കണം എന്നാണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈസ് ഇൻഫിനിറ്റി. സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ക്യാൻ പ്രൊവൈഡ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ വേറെ ഒരു ഫങ്ഷൻ. ഒന്ന്, നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ബാലൻസ്ഡ് ആണ്. ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് സിഗ്നൽ ആൻഡ് 2 ഔട്ട്പുട്ട്. ദെൻ it also provide high resistance for the operational amplifier. നെക്സ്റ്റ് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അടുത്ത സെക്കൻഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറയും. അന്നേരം ഈ സെക്കൻഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ അൺബാലൻസ്ഡ് സ്റ്റേജാണ്. അന്നേരം അൺബാലൻസ്ഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. ഒറ്റ ഔട്ട്പുട്ടേ ഉണ്ടാവുള്ളൂ. ആദ്യത്തേൽ 2 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട് ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താണ് വരുന്നത്? 2 ഇൻപുട്ടും വരുന്നുണ്ട്, 1 ഔട്ട്പുട്ടും ആയിരിക്കും ഉണ്ടാവുക. നേരം അത് ഒറ്റ ഔട്ട്പുട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് യൂസ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് വരുന്നത് എമിറ്റർ ഫോളോവറാണ്. നേരെ എമിറ്റർ ഫോളോവറിന് ഒരു ഇൻപുട്ടേ വേണ്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിലേക്ക് വരുന്ന ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് വരുന്ന 2 ഇൻപുട്ട് സിഗ്നലിനെ ഒറ്റ ഇൻപുട്ട് സിഗ്നലാക്കി മാറ്റിയിട്ടാണ് നമ്മൾ എമിറ്റർ ഫോളോവറിലേക്ക് കൊടുക്കുന്നത്. ദാറ്റ് സ്റ്റേജ് ഈസ് ഓൾസോ കോൾഡ് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്. ഇറ്റ് ഈസ് എ ഡുവൽ ഇൻപുട്ട് അൺബാലൻസ്ഡ് ഔട്ട്പുട്ട് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അതായത് ഈ 2 ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും കൂടി ഇറ്റ് വിൽ പ്രൊവൈഡ് ദ സഫിഷ്യൻറ്റ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഫോർ ദി ഓപ്പറേഷണൽ ആംപ്ലിഫയറിന് വേണ്ട ഹൈ റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ ഈ 2 സ്റ്റേജും മതിയാവും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജാണ് ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചാണ് 3 കപ്ലിംഗ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആൻഡ് ഡയറക്റ്റ് കപ്ലിംഗ് അല്ലേ? 3 ടൈപ്പ് കപ്ലിംഗ് മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് മെത്തേഡ്സ് 3 എണ്ണമാണ്. RC കപ്ലിംഗ് മെത്തേഡ്, ദെൻ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആൻഡ് ഡയറക്റ്റ് കപ്ലിംഗ്. നേരെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് അല്ലെങ്കിൽ RC കപ്ലിങ്ങിൻ്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബ്ലോക്ക് ദ DC സിഗ്നൽ അല്ലേ? DC സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യും. അതേസമയം ഡയറക്റ്റ് കപ്ലിംഗ് സാധാരണ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? DC ആംപ്ലിഫയേഴ്സിലാണ് നമ്മൾ ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യുക. നേരെ ഒപ്പാമ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് വേറൊരു നമ്മൾ ഹൈ ഗെയിൻ DC ആംപ്ലിഫയർ ആണത്. എന്താണ് ഹൈ ഗെയിൻ DC ആംപ്ലിഫയർ? DCനെ അടക്കം ആംപ്ലിഫൈ ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഒപ്പാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഡയറക്റ്റ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ICയിലും സാധാരണ ഡയറക്റ്റ് കപ്ലിംഗ് ആണ് യൂസ് ചെയ്യുക. ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ IC ഉണ്ടാക്കുന്നതിന് നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ആയിരിക്കണം, ഭയങ്കര സൈസ് കുറവായിരിക്കണം. കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ലാർജ് കപ്പാസിറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നേരെ ഇവിടെ നമ്മൾ DCനെ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് വലിയ കപ്പാസിറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ? അന്നേരം ആ കപ്പാസിറ്റേഴ്സിൻ്റെ സ്പേസും കൂടി നമ്മൾ ഒരു ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സൈസ് കൂടും. അന്നേരം അത് കുറക്കാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് ഓൾ ICസിലും നമ്മൾ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയേഴ്സ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് ആയിരിക്കും. അതിനുശേഷം ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജസ് യൂസ് ചെയ്യാണ് ചെയ്യുക. സോ ഹിയർ വി യൂസ് എമിറ്റർ ഫോളോവർ ആസ് എ ലെവൽ ഷിഫ്റ്റർ. ലെവൽ ഷിഫ്റ്റർ എന്ന് പറയുന്നത് അതുവരെ നമുക്കറിയാം ഒരു ആംപ്ലിഫയറിൽ സാധാരണ ആംപ്ലിഫയറിൽ നമ്മൾ RC കപ്ലിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കപ്ലിംഗ് എലിമെൻ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന ഇത്
ശരിക്കും കപ്ലിംഗ് എലിമെൻ്റ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ട് ഇതുപോലെയുള്ള സിഗ്നലുണ്ട്. 0 ചേഞ്ച് ചെയ്തിട്ട് പോസിറ്റീവ്, ഇപ്പോൾ 5 വോൾട്ട് ആണെങ്കിൽ പോസിറ്റീവ് 5 വോൾട്ട്, നെഗറ്റീവ് 5 വോൾട്ട്, 0 ചേഞ്ച് ചെയ്യുന്ന വോൾട്ടേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ള പ്രത്യേകത എന്താണ്? ഒരു ഷിഫ്റ്റിംഗ്, ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടാവും. നേരെ ഒരു 0 പകരം ഇപ്പോൾ 2 വോൾട്ടിൽ വെച്ചിട്ടായിരിക്കും അത് ചേഞ്ച് ചെയ്യുന്നുണ്ടാവുക അല്ലേ? 0 പകരം 2 വോൾട്ടും കൂടി, ഒരു അഡീഷണൽ 2 വോൾട്ടിൽ നിന്ന് 2 വോൾട്ട് ടു 7 വോൾട്ട്, 2 വോൾട്ട് ടു 3 വോൾട്ട്, -3 വോൾട്ട്, ഇങ്ങനെയായിരിക്കും അത് എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്വിങ് ഉണ്ടാവുക. സോ ദർ ഈസ് എ ഡി സി ലെവലും കൂടി, അല്ലെങ്കിൽ ഒരു ക്ലാമ്പ് ചെയ്ത പോലെ ഉണ്ടാവുക അല്ലേ? ക്ലാമ്പർ യൂസ് ചെയ്ത ഒരവസ്ഥയാണ് ഉണ്ടാവുക. എന്നിട്ട് ഈ ഡി സി ലെവൽ നമുക്ക് ആവശ്യമില്ല, അധികം ഡി സി ലെവൽ ആവശ്യമില്ല. ഇപ്പോൾ ഡി സി ആംപ്ലിഫയർ ആണെങ്കിൽ തന്നെ കുറച്ച് എന്ത് ചെയ്യും, ഡി സി ലെവൽ അതിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്ത് കളയും. ശരിക്കുള്ള നമ്മളിപ്പോൾ എ സി സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ ഡി സി ആവശ്യമില്ല. അതുപോലെ ആ ഡി സി കട്ട് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ലെവൽ ഷിഫ്റ്റർ വെക്കുന്നത്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇൻപുട്ടിൽ നമ്മൾ ഒരു വോൾട്ടേജും കൊടുക്കാത്ത സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആകുന്ന വിധത്തിലായിരിക്കും നമ്മൾ ലെവൽ ഷിഫ്റ്റർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അന്നേരം ലെവൽ ഷിഫ്റ്റർ എന്ന് പറയുന്ന സ്റ്റേജ് ഇറ്റ് ഈസ് ആൻ എമിറ്റർ ഫോളോവർ. അതിന് വോൾട്ടേജ് ഗെയിൻ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ പ്രൊവൈഡ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ബഫറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ബഫർ ഇതായിട്ട് യൂസ് ചെയ്യും. ബഫർ എന്ന് പറയുന്നത് സാധാരണ ഒരു ബഫറായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടാണ് എമിറ്റർ ഫോളോവർ. അന്നേരം ബഫർ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അത് ഇമ്പിഡൻസ് മാച്ചിങ്ങിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. എന്താണ് ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്? നമുക്ക് ഇപ്പോൾ ഒരു ഹൈ റെസിസ്റ്റൻസ് ഡിവൈസസിനെ ലോ റെസിസ്റ്റൻസ് ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജായിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകളിലാണ് നമ്മൾ ബഫർ ആംപ്ലിഫയേഴ്സ് എന്നെല്ലാം പറയാം. അന്നേരം അത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എമിറ്റർ ഫോളോവറാണ്. എമിറ്റർ ഫോളോവർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, ഡി സി ലെവൽ കട്ട് ചെയ്ത് പോകും. ലെവൽ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേ സർക്യൂട്ട് തന്നെയാണ്. സോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ബഫർ ആംപ്ലിഫയർ, ഓൾസോ ഇറ്റ് വിൽ ആക്ട് ആസ് എ ലെവൽ ഷിഫ്റ്റർ. ഒരു ലെവൽ ഷിഫ്റ്ററായിട്ടും ആക്ട് ചെയ്യും. സോ ഇവിടെ ഞാൻ എഴുതിയാൽ തെറ്റുണ്ട്. 2 പ്രാവശ്യം ലെവൽ ഷിഫ്റ്റർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ ബഫറായിട്ടും ആക്ട് ചെയ്യും. ഒന്ന് അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ലെവൽ ഷിഫ്റ്റിംഗ് ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ബഫറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അന്നേരം തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് 2 സ്റ്റേജ് കൂടിയിട്ടുള്ളതാണ്. 2 സ്റ്റേജ് എന്നുള്ളത് ശരിക്കും എമിറ്റർ ഫോളോവർ മാത്രമാണ്. ഇറ്റ് വിൽ ആക്ട് ആസ് എ ലെവൽ ഷിഫ്റ്ററായിട്ടും ബഫറായിട്ടും ആക്ട് ചെയ്യുന്നു. അന്നേരം അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. അന്നേരം ലോഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിട്ട് ഇടുന്നത്. ലോഡിംഗ് എന്ന് പറയുന്ന നേരം ശരിക്കും ലോഡിംഗ് എന്ന് പറയുന്ന നേരം നമ്മൾ ഏത് ഡിവൈസ് ആണോ കണക്ട് ചെയ്യുന്നത് അതിലെത്തുന്ന പവർ കുറഞ്ഞു പോവുക, അതിനെയാണ് ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഡിവൈസിൻ്റെ ഔട്ട്പുട്ടിൽ പുതിയൊരു ഡിവൈസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഡിവൈസിലേക്ക് എത്തുന്ന പവർ കുറവാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയും, ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയും. അത് ഒഴിവാക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ള ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുക. കണക്ട് ചെയ്യുന്ന ഡിവൈസ് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കണം. അന്നേരം മാക്സിമം പവർ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. അന്നേരം മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഉള്ള ഡിവൈസ് ആയിരിക്കണം. അന്നേരം ഇവിടെ നമ്മൾ എമിറ്റർ ഫോളോവർ കണക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ഹൈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ആയതുകൊണ്ട് അതിലേക്ക് വരുന്ന പവർ എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും. അതേസമയം ഈ എമിറ്റർ ഫോളോവർ ഓൾസോ ആക്ട് ആസ് ഡി സി ലെവൽ ഷിഫ്റ്റർ. ഡി സി ലെവൽ കുറക്കാൻ വേണ്ടിയിട്ടും നമ്മൾ എമിറ്റർ ഫോളോവർ തന്നെ യൂസ് ചെയ്താൽ മതി. അന്നേരം ഇത് ഇങ്ങനെയൊരു സ്റ്റേജ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഇൻപുട്ടിൽ ഒന്നും കൊടുക്കാത്ത സമയത്തും പ്ലസ് വി സി സി മൈനസ് വി സി സി നമ്മൾ ഓൺ ചെയ്തെന്നിരിക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഇൻപുട്ട് സിഗ്നലൊന്നും ഇല്ലാത്ത സമയത്ത് ഔട്ട്പുട്ടിൽ എന്തുണ്ടാവില്ല, സിഗ്നൽ ഉണ്ടാവില്ല. നമ്മൾ ഈ ലെവൽ ഷിഫ്റ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻപുട്ടിലൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ചെറിയൊരു ഡി സി വോൾട്ടേജ് ഔട്ട്പുട്ടിൽ നമുക്ക് ഉണ്ടാവും അല്ലേ?
അന്നേരം ഈ ലെവൽ ഷിഫ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഷിഫ്റ്റിങ്ങിൻ്റെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ വേരിയബിൾ റെസിസ്റ്റൻസ് എല്ലാം യൂസ് ചെയ്തിട്ട് ആ ലെവൽ ഷിഫ്റ്റിങ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇൻപുട്ടിൽ നമ്മൾ ഒന്നും കൊടുക്കാത്ത സമയത്ത് ഔട്ട്പുട്ട് എന്തായിട്ട് വരും? 0 ആക്കി വരും. നൾ വോൾട്ടേജ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമിറ്റർ ഫോളോവർ ഓർ ലെവൽ ഷിഫ്റ്റർ സ്റ്റേജ് ഈസ് യൂസ്ഡ് ഇൻ ദി ഓപ്പറേഷണൽ ആംപ്ലിഫയർ. എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അന്നേരം ഇൻപുട്ട് ബ്ലോക്കിനുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ഹൈ റെസിസ്റ്റൻസ്, ഐഡിയലി ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ് 2 സ്റ്റേജ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ്, ഇമ്പോർട്ടൻ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ലെവൽ ഷിഫ്റ്റർ സ്റ്റേജായ എമിറ്റർ ഫോളോവർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ടിൽ 0 വോൾട്ടേജ് ഉള്ള സമയത്ത് ഔട്ട്പുട്ടും 0 വോൾട്ടേജ് ആയിരിക്കണം. ഓഫ്സെറ്റ് വോൾട്ടേജ്, ഐഡിയലി ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നേരെ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിൻ്റെ ഇതെല്ലാം അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നേരെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സ്റ്റേജ്, ഇറ്റ് ഈസ് എ കാസ്കേഡഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയേഴ്സ്. 2 കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്, ഒന്നും കൂടി പറയാമെന്ന്. ദെൻ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇപ്പം ബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അൺബാലൻസ്ഡ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഇറ്റ് ഹാസ് 2 ഇൻപുട്ട് ആൻഡ് 1 ഔട്ട്പുട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ഹൈ ഗെയിൻ. ഡിഫറൻഷ്യൽ സിഗ്നലിന് ഹൈ ഗെയിൻ. എന്താണ് ഡിഫറൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻപുട്ടിൽ 2 സിഗ്നൽ കൊടുക്കുന്നുണ്ട് അല്ലേ? പോസിറ്റീവ് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ആൻഡ് ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ഉണ്ട്. ഈ 2 സിഗ്നലിലും നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ്, 2 സിഗ്നൽ, ഇപ്പോൾ V1 V2 എന്ന് പറഞ്ഞിട്ടുള്ള 2 സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ V1 മൈനസ് V2 ഇതിൻ്റെ ഡിഫറൻസിനെ ആംപ്ലിഫൈ ചെയ്യുന്ന സിഗ്നലാണ്, ആംപ്ലിഫയറാണ് ഇത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്? ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുന്ന 2 ഒരേ വോൾട്ടേജാണെന്ന് വയ്ക്കാം. V1 കൊടുക്കുന്ന വോൾട്ടേജും V2 കൊടുക്കുന്ന വോൾട്ടേജും ഒരേ വോൾട്ടേജ് ആണെങ്കിൽ അതിനെന്താ പറയുക? കോമൺ മോഡ് സിഗ്നൽ എന്ന് പറയാം. കോമൺ സിഗ്നൽ, 2 ഒരേ സിഗ്നൽ. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് വരിക? ഒരേ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ എപ്പോഴും 0 ആയിരിക്കില്ലേ? അന്നേരം ആ 0 ഇൻപുട്ടിൽ വരുവാണെങ്കിൽ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നേരത്തെ ഇത് ഇപ്പോൾ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിനെ പറ്റി പറയുന്നതിന് പറഞ്ഞു. അന്നേരം ഇൻപുട്ടിൽ നമ്മൾ 2ഉം ഒരേ സിഗ്നലാണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതാണ് ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ പ്രത്യേകത. അത് കോമൺ മോഡ് സിഗ്നലിനെ അത് ആംപ്ലിഫൈ ചെയ്യില്ല, ഡിഫറൻസ് സിഗ്നലിനെ അത് ആംപ്ലിഫൈ ചെയ്യും. അതുകൊണ്ടാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അന്നേരം ഡിഫറൻസ് സിഗ്നലിന് രണ്ട് പ്രോബ് ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസിനെ എത്ര കണ്ട് ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും, അതിന് 10 lakh വരെ ഗെയിൻ കൊടുക്കുക എന്നുള്ളതാണ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ ലക്ഷ്യം. അതേസമയം കോമൺ സിഗ്നലാണെങ്കിൽ അതിനെ ബൂസ്റ്റ് ചെയ്യില്ല, അത് നൾ ചെയ്ത് കളയും, 0 ആക്കി കളയും. ഓക്കെ, സോ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 ഇൻപുട്ട് ഉണ്ടാവും, 2 സ്റ്റേജ് ഉണ്ട്. ലാസ്റ്റ് സ്റ്റേജ് അൺബാലൻസ്ഡ് സ്റ്റേജാണ്. സോ എന്തായിരിക്കും? ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഒരു ഔട്ട്പുട്ട് ടെർമിനൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ആ ഔട്ട്പുട്ട് ടെർമിനലാണ് നമ്മൾ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജിലേക്ക് കൊടുക്കുന്നത്. എഗെയിൻ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് ഈസ് ആക്ട് ആസ് ലെവൽ ഷിഫ്റ്റർ ആസ് വെൽ ആസ് ബഫർ ആംപ്ലിഫയർ, ആൻഡ് this level shifter is used to null the DC level in the provided by the differential amplifier. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ പ്രൊവൈഡ് ചെയ്യുന്ന DC ലെവൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലെവൽ ഷിഫ്റ്റർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ലെവൽ ഷിഫ്റ്റിംഗ് സ്റ്റേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻപുട്ട് വോൾട്ടേജിൽ 0 വോൾട്ടേജ് കൊടുക്കുന്നേരം ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അല്ലാത്ത സമയത്ത് ദർ ഈസ് എ DC വോൾട്ടേജ് ഉണ്ടാവും ലെവൽ ഷിഫ്റ്റർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ദെൻ നമുക്ക് ഈ DC ലെവലിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഇതും ഏതിലുണ്ടാവും? ലെവൽ ഷിഫ്റ്ററിൽ ഉണ്ടാവും, സർക്യൂട്ടിലുണ്ടാവും. ദെൻ ഔട്ട്പുട്ട് സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ ഓപ്പാമ്പിൻ്റെ, ഞാൻ പറഞ്ഞു ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി ഹൈ ആണ് അല്ലേ? ഹൈ റെസിസ്റ്റൻസ് ആണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഐഡിയലി ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. അതുപോലെ തന്നെ ഓപ്പാമ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്
ഐഡിയലി ഇറ്റ് ഈസ് 0 വോൾട്ടേജ്. 0 വോൾട്ടേജ് ഔട്ട്പുട്ടിൽ 0 ഓം റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഔട്ട്പുട്ട് സ്റ്റേജിൻ്റെ ഒരു ഫങ്ഷൻ. ഔട്ട്പുട്ടിൽ 0 റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യണം. അന്നേരം ഔട്ട്പുട്ടിൽ 0 റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ ആണ് ഔട്ട്പുട്ട് സ്റ്റേജായിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഹാസ് ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഐഡിയലി ഇറ്റ് ഈസ് 0 ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വിധത്തിലുള്ള സർക്യൂട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഔട്ട്പുട്ട് സ്റ്റേജിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വിങ് ചെയ്യുന്നത് സിമെട്രിക്കലായിരിക്കണം. എന്താ സ്വിങ് ചെയ്യുന്നത് സിമെട്രിക്കലായിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് +5 വോൾട്ട് -5 വോൾട്ട്, +5 വോൾട്ട് -5 വോൾട്ട്, ഇങ്ങനെ സ്വിങ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് സിമെട്രിക്കൽ സ്വിങ് എന്ന് പറയുന്നത്. ഇവിടെ +5 വോൾട്ട്, എഗൈൻ ഇവിടെ -5 വോൾട്ട്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിമെട്രിക്കൽ സ്വിങ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ സിമെട്രിക്കൽ സ്വിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 2 സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് VCC ആൻഡ് നെഗറ്റീവ് VCC. ഈ 2 സപ്ലൈ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്വിങ് സിമെട്രിക്കലാക്കാൻ പറ്റും. എന്നിട്ട് ഇതൊക്കെയാണ് ഔട്ട്പുട്ട് സ്റ്റേജിൻ്റെ പ്രത്യേകത. ഇറ്റ് യൂസസ് എ കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ ടു പ്രൊവൈഡ് ലോ റെസിസ്റ്റൻസ് ഇൻ ദി ഔട്ട്പുട്ട്. മനസ്സിലായില്ലേ? ഒരു കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ എന്ന് പറയുന്നത് അതെന്തായി പവർ ആംപ്ലിഫയറായി. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആംപ്ലിഫയറായി. ഔട്ട്പുട്ട് സ്റ്റേജിൽ എന്തായി പവർ ആംപ്ലിഫയർ. എല്ലപ്പോൾ നമ്മൾ ഏത് സർക്യൂട്ട് യൂസ് ചെയ്യുന്നേരം ഇൻപുട്ട് സ്റ്റേജിൽ വോൾട്ടേജ് ആംപ്ലിഫയേഴ്സ് ആയിരിക്കും, ഔട്ട്പുട്ട് സ്റ്റേജിൽ എന്തായിരിക്കും പവർ ആംപ്ലിഫയർ ആയിരിക്കും. സോ വി യൂസ് എ കോംപ്ലിമെൻ്ററി പുഷ് പുൾ ആംപ്ലിഫയർ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പുഷ് പുൾ ക്ലാസ് ബി പവർ ആംപ്ലിഫയറിനെ പറ്റിയില്ലേ. അതേ ആംപ്ലിഫയേഴ്സാണ്, അതേ ആംപ്ലിഫയറിൻ്റെ എന്താണ് കുറച്ചൊരു മോഡിഫൈ ചെയ്തിട്ടുള്ള സർക്യൂട്ട്സുകളാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ലാസ്റ്റ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് വിൽ പ്രൊവൈഡ് ലോ റെസിസ്റ്റൻസ്, ലോ ഇമ്പിഡൻസ് അറ്റ് ദി ഔട്ട്പുട്ട്. ഐഡിയലി ഇറ്റ് ഈസ് 0. ഇതെല്ലാം ആണ് ഇതിൻ്റെ ഓപ്പ് ആമ്പിൻ്റെ എന്തായിട്ട് വരുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓൾസോ പ്രൊവൈഡ് സിമെട്രിക്കൽ സ്വിങ്ങും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 3 സ്റ്റേജിനെ പറ്റിയിട്ട് ക്ലിയറായിട്ട് എന്തൊക്കെയാണ് ഫങ്ഷൻസ് എഴുതുക, അത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലനേഷനായി നീറ്റായിട്ട് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. 2 ടൈപ്പിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റേജ് വരച്ചാൽ കുറച്ചും കൂടി ഒരു ഇമ്പ്രഷനോടുകൂടി നമുക്ക് നല്ല നീറ്റായിട്ട് വരയ്ക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ സിമ്പിളായിട്ട് പഠിക്കേണ്ട കുട്ടിക്ക് 2ാമത്തെ സ്റ്റേജ് യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.